ദേശീയപാതയിലെ വിള്ളൽ അന്വേഷിക്കേണ്ടത് NHAI മാത്രമാണോ? കാരണക്കാരായ NHAI വീഴ്ച അന്വേഷിച്ചാൽ മതിയോ ഈ വിഷയത്തിൽ? സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് എന്ത് നടപടി സ്വീകരിക്കാനാകും ഈ വിഷയത്തിൽ? റോഡിലെ വിള്ളൽ ആരൊക്കെ അന്വേഷിക്കണം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സമഗ്രമായി തന്നെ നമ്മൾ അത് അന്വേഷിക്കുകയാണ്. ലോകത്തെ റോഡ് നിർമ്മാണ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ശ്രീ ടോണി മാത്യു ഇന്ന് രാവിലെയിൽ നമുക്കൊപ്പം അതിഥിയായി ഇപ്പോൾ ചേരുകയാണ്. വിദേശ രാജ്യങ്ങളിൽ റോഡ് നിർമ്മാണ രംഗത്ത് പരിചയമുള്ള ഈ മേഖലയിൽ അത്യപൂർവം വിദഗ്ധരിൽ ഒരാളാണ് അദ്ദേഹം. ഒപ്പം ന്യൂസ് 18 കേരളം സീനിയർ അസോസിയേറ്റ് എഡിറ്റർ എസ് ലല്ലു നമുക്കൊപ്പം ചേരുകയാണ്. രണ്ടുപേർക്കും രാവിലെയിലേക്ക് ന്യൂസ് 18 കേരളത്തിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ശ്രീ ടോണിയിലേക്കാണ് പോകുന്നത്. ശ്രീ ടോണി, ഈ ബംഗ്ലാദേശിലടക്കം റോഡ് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് താങ്കൾ. ഇവിടെ എന്താണ് വീഴ്ച സംഭവിച്ചത്, സിമ്പിളായി പറഞ്ഞാൽ? ഇവിടെ ഈ നിർമ്മാണത്തിന് രണ്ട് ഘട്ടമുണ്ട്. ഒന്ന് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്ന ഫേസ്, പിന്നെ കൺസ്ട്രക്ഷൻ ഫേസ്. ഇത് NHAI ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഒരു റോഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ NH66 കേസിൽ പിന്നെ അതിന്റെ ഡിസൈനിന്റെ ഉത്തരവാദിത്വവും അതിന്റെ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വവും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഈ മലപ്പുറത്ത് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അതൊരു ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ അറിയാൻ പറ്റുള്ളൂ. ഈ ഡിസൈനിൽ വന്ന പാകപ്പിഴയാണോ കൺസ്ട്രക്ഷൻ സമയത്ത് വന്ന പാകപ്പിഴയാണോ എന്നുള്ളത് അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു പ്രത്യക്ഷത്തിൽ കാണുമ്പം ഇതിൻ്റെ അകത്ത് ഡിസൈൻ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെന്ന് വേണേ പറയാം. ഇപ്പൊ ശ്രീധരൻ സാറൊക്കെ പറഞ്ഞ പോലെ അതൊരു പാടം ശേഖരത്തിൽ കൂടെ പോകുന്ന റോഡാണ്, അവിടെ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയെന്നുള്ളൊരു ബ്രോഡർ ഒബ്സർവേഷൻ പറയാൻ പറ്റും. പക്ഷെ എന്നാലും അതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷന്റെ, ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. സംസ്ഥാനം എന്ത് ചെയ്യണമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചോദിക്കുന്ന ഒരു സ്റ്റേക്ക്, സംസ്ഥാനത്തിന്റെ സ്റ്റേക്ക് ഇവിടെ എന്താണെന്നുള്ളത്. നമ്മൾ ഈ ഡിസൈൻ ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഡിസൈൻ സ്റ്റേജിൽ ഇവിടുത്തെ ഒരു കീ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തിന് ആക്റ്റീവായിട്ട് ഇടപെടേണ്ടിയിരുന്നു. ആ ഒരു ഇടപെടൽ ഈ ഡിസൈൻ ഇപ്പൊ ഈ റോഡ് ഷേപ്പായി വരുന്നത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഇടപെടൽ ഇവിടെ നടന്നിട്ടില്ല എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തു, അവരിവിടെ വന്ന് ഇവിടുത്തെ പഠിച്ചോ ഇല്ലയോ എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അവരൊരു ഡിസൈൻ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഈ ഡിസൈൻ കേരളത്തിന്റെ ഭൂപ്രകൃതിക്കോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ലാൻഡ് യൂസിനോ പറ്റിയൊരു ഡിസൈൻ അല്ലെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഒരു ലോക്കൽ ഇൻപുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആവേണ്ടിയില്ല, വരേണ്ടിയിരുന്നത്. പക്ഷെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിക്ക് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാര്യം അത് NHAI അപ്പോയിന്റ് ചെയ്ത കോൺട്രാക്ടറെയും NHAI അപ്പോയിന്റ് ചെയ്ത സൂപ്പർവൈസിങ് എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് സംസ്ഥാനത്തിന് അത് പ്രത്യേകിച്ച് അതിനകത്ത് റോളില്ല. പിന്നെ സംസ്ഥാനത്തിന് മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അരൂർ ചേർത്തല എലിവേറ്റഡ് എക്സ്പ്രസ് വേ, അവിടെ ഒരു വർഷം 50 പേരും ആൾക്കാരെ മരിച്ചത്. അതിനകത്ത് സംസ്ഥാനത്തിന് ഇത് കറക്റ്റ് കൺസ്ട്രക്ഷൻ സേഫ്റ്റി ഒക്കെ ചെയ്യുന്നുണ്ടോ, സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കിയാണോ ചെയ്യുന്നുള്ളത് ആക്റ്റീവായിട്ട് ഇടപെട്ട് മിനിസ്ട്രീനെയൊക്കെ ഫ്ലാഗ് ചെയ്യാൻ പറ്റും. ആ ഒരു റോള് സംസ്ഥാനത്തിനുണ്ട്. പക്ഷെ അതിക്കവിഞ്ഞൊരു എന്താ പറയുക, ഇതിന്റെ ഒരു ടെക്നിക്കൽ റെസ്പോൺസിബിലിറ്റി ആരാടും ചോദിച്ചാൽ ഇത് ഡെവലപ്പ് ചെയ്ത ഡിസൈനർ എടുത്തും അത് കോൺട്രാക്ടർ എടുത്തും അവരെ മാനേജ് ചെയ്ത NHAI അടുത്തായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ ശ്രീ ടോണി മാത്യു, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി ഈ NHAI സംഘമൊക്കെ പറയുന്നത് പോലെ മണ്ണിളകി മാറിയതാണ്, മണ്ണിന്റെ ഘടനയിൽ പ്രശ്നം സംഭവിച്ചതാണ്, ഇത്തരത്തിൽ ഭൂപ്രകൃതി മനസ്സിലാക്കാതെ ഉള്ളൊരു നിർമ്മാണം, അത്രമാത്രം ആ ഒരു തരത്തിൽ മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതിയോ? അല്ലാതെ ഈ നിർമ്മാണത്തിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല, അഴിമതി സംഭവിച്ചിട്ടില്ല, ആ തരത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ട, അശാസ്ത്രീയമായ നിർമ്മാണം എന്ന തരത്തിൽ മാത്രം ഈ വിഷയത്തെ നമ്മൾ ഈ ഘട്ടത്തിൽ കണ്ടാൽ മതിയോ? അല്ലെ, ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള ഡിസൈൻ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് അതൊരു ഇൻവെസ്റ്റിഗേഷൻ പറയണം. അത് എന്തായിരുന്നു ഡിസൈൻ, എന്തായിരുന്നു അതിൻ്റെ പോരായ്മകൾ എന്നുള്ളത്. അതല്ല, ഭൂപ്രകൃതി ഡിസൈൻ വളരെ കറക്റ്റ് ആയിരുന്നെങ്കിൽ ഒബ്വിയസ്ലി കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നായിരിക്കും. അതൊരു ഇൻവെസ്റ്റിഗേഷനിലൂടെ പുറത്തു വരികയുള്ളൂ. കൺസ്ട്രക്ഷനിലും പോരായ്മയില്ല, ഡിസൈനിലും പോരായ്മയില്ലെങ്കിൽ പിന്നെ ഒരു റോഡ് ഫെയിൽ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കണം. ഒരു ഫ്ലഡ് പോലെയോ അല്ലെങ്കിൽ എർത്ത്ക്വേക്കോ ലാൻഡ്സ്ലൈഡ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം. ഇതൊന്നും സംഭവിക്കാത്തടുത്ത് കൺസ്ട്രക്ട് ചെയ്ത പുതിയ റോഡ് പെട്ടെന്ന് പൊട്ടിപ്പോവാന്ന് പറയുന്നത്, ഈ രണ്ട് സ്ഥലത്ത് എവിടെയോ പോരായ്മയുണ്ട്. ഒന്നിന് ഡിസൈൻ പോരായ്മയുണ്ട്, അല്ലെങ്കിൽ ആ ഡിസൈൻ എക്സിക്യൂട്ട് ചെയ്ത കൺസ്ട്രക്ഷൻ പോരായ്മയുണ്ട്. ഇതല്ലെങ്കിൽ ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷനാണ്. അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വരാൻ സാധിക്കുള്ളൂ. നമുക്കത് വെറുതെ കമന്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും. ശ്രീ എസ് ലല്ലു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്.
ലല്ലു, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുക്കാൻ നേരം ആദ്യം തന്നെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങളല്ലല്ലോ നിർമ്മാണം നടത്തിയത്, നിർമ്മാണത്തിലെ വീഴ്ചയല്ലേ, അതിന് എന്ത് ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? അങ്ങനെ കൈകഴുകി മാറിയിരിക്കാൻ സർക്കാരിന് സാധിക്കുമോ? അതെ, ഈ ദേശീയപാത നിർമ്മാണത്തിനിടെ തകർന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നുവെന്ന് നമുക്ക് നിസ്സംശയം തരാൻ കഴിയും. ഇന്നലെയാണ് കൊല്ലത്ത് LDF റാലിയിൽ മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു, അതിൽ നമ്മുടെ ഉത്തരവാദിത്വം ഉത്സരിക്കുകയാണ്, ഇതിന്റെ ഡിസൈനിങ്ങും നിർമ്മാണവും മുഴുവൻ ദേശീയപാതയാണ്. ഇത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നം, ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടക്കുന്ന മത്സരമാണ്. നമുക്കറിയാം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭരണനേട്ടങ്ങളിലൊന്നായി ദേശീയപാത ഉയർത്തിക്കാട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും LDF നടത്തിയിരുന്നു എന്ന് വ്യക്തമാണ്. LDFന്റെ മറ്റേ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മുഴുവൻ ഈ പൂർത്തിയായ ഓരോ റോഡുകളുടെയും റീച്ചുകൾ ഉയർത്തിക്കാട്ടി വളരെ വലിയ പ്രചാരണം. മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ വ്യക്തമായി എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ഒരു മോണിറ്ററിംഗ് എപ്പോഴും ഈ നിർമ്മാണത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സംയുക്തമായ ഒരു മേൽനോട്ടം ഈ റോഡ് പണിയുടെ മേൽ ഉണ്ടാകും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നലെ രാത്രിയാണ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമായി മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് വീഡിയോ പുറത്തു വന്നത്. അതിൽ പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്നാണ്. ഇതാണ് ഇത്രയും ദിവസം എടുത്തുകൊണ്ടിരുന്ന നിലപാടിൽ നിന്നും നേരെ വ്യത്യസ്തമായ ഒരു നിലപാട് ഈ ദേശീയപാത തകർന്ന ഘട്ടത്തിൽ എടുത്തതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ പറയുന്ന ന്യായത്തിന് ഒരു യുക്തിയുമില്ല എന്ന് നമുക്കറിയാം. പിന്നെ അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷം ഇതൊരു സുവർണാവസരമായി എടുത്തിരിക്കുന്നതാണ്. സ്വാഭാവികമാണ്, ഇത്തരം ഒരു വിഷയം വന്നാൽ പ്രതിപക്ഷം അതിന് തീർച്ചയായും അത് രാഷ്ട്രീയപരമായി അതിനെ എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറത്താണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. രാഷ്ട്രീയമായി തന്നെ ഒരു എടുക്കും. കാരണം അതുപോലുള്ള അവകാശവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറെ നാളുകളായി LDF ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. ഒരു അഭിമാന പദ്ധതി എന്നുള്ള നിലയിൽ ദേശീയപാതയെ അവതരിപ്പിച്ചപ്പോൾ ഈ ഒരു തിരിച്ചടി ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷ ഉണ്ടാവില്ല. നേരത്തെ തന്നെ ഈ നമ്മുടെ കേരളത്തിനും വടക്കേന്ത്യയിൽ അല്ലെങ്കിൽ മണ്ണ് ഉറപ്പുള്ള സ്ഥലങ്ങളിലും ഒരേ ഡിസൈൻ പ്രായോഗികമാകില്ല എന്ന തരത്തിലുള്ള പല വിമർശനങ്ങളും പല ഭാഗത്തുനിന്നും ഉണ്ടായതാണ്. പല സ്ഥലങ്ങളിലും ദേശീയപാതയുടെ നിർമ്മാണത്തെ പറ്റി നാട്ടുകാരുടെ പരാതി ഉണ്ടായതാണ്. അപ്പോഴെല്ലാം ഇത് ഇടപെടാതെ മാറി നിൽക്കുകയും ഇത് പൂർത്തിയാകുമ്പോഴും ഞങ്ങളുടെ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുകയും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിൽ നിന്ന് LDFന് പിന്നോക്കം പോകേണ്ടി വന്നു എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും